കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. തേജസ്സിന്നാഥനേ ശാരോൻ പനിനീർപ്പൂവേ നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സ മാറിടുമേ. നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സ മാറിടുമേ. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് ലഭിച്ച വചനം സങ്കീർത്തനങ്ങൾ 46 അതിലെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരിച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ആമേൻ. നമ്മുടെ ദൈവം നമുക്ക് ആരാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രാഗൽഭ്യം, നമ്മുടെ പദവി, നമ്മുടെ അധികാരം, നമ്മുടെ അവകാശം എല്ലാം. സ്തോത്രം. ദൈവം എനിക്ക് ആരാണ്, അതിൻ്റെ പിൻബലത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൃഢത, എൻ്റെ ധൈര്യം, എൻ്റെ ഉറപ്പ്. പറയുന്ന വാക്കുണ്ടോ? ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കും. എൻ്റെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്, എൻ്റെ തുണയാ. ഈ തുണയെന്ന് പറഞ്ഞതിന് ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ സാധാരണ ബന്ധം. ഈ തുണ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അതൊരു ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു ഭർത്താവിന് ദൈവം കൊടുക്കുന്ന തുണയാണ്. തൻ്റെ എല്ലാ വിഷൻസുകൾക്കും ഒപ്പം നിൽക്കാൻ ദൈവം കൊടുക്കുന്നതാണ് ഈ തുണയെ. ദൈവയുടെ ഭക്തൻ പറയുകയാണ്, ദൈവം എൻ്റെ തുണയാണ്. ആമേൻ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾ പറയണം. ഞാൻ ഇന്നത് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്നത് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം പറയേണ്ടി വരും. ദൈവം എല്ലാമാ. എൻ്റെ രക്ഷയാ, എൻ്റെ പാറയാ, എൻ്റെ കോട്ടയാ, എൻ്റെ നീതിയാ, എൻ്റെ വിശുദ്ധിയാ, എൻ്റെ വീണ്ടെടുപ്പാണ്, എൻ്റെ അപ്പയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ഉറപ്പുള്ള പാറയാണ്, എൻ്റെ ശൈലമാണ്, എൻ്റെ സങ്കേതമാണ്, എൻ്റെ ആശ്രയിക്കുന്ന എൻ്റെ കൊമ്പാണ്. ഓ ഹല്ലേലൂയ. അതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ്. സ്തോത്രം. അബ്രഹാം പറയും, അവൻ കരുതുന്നവനാ. സ്തോത്രം. എൻ്റെ റാഫയാ, എൻ്റെ കൊടിയ. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് പറയാനുണ്ട്. സ്തോത്രം. അതിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ്. സ്തോത്രം. നിങ്ങളത് പറയണം കേട്ടോ. ദൈവം നിങ്ങൾക്ക് ആരാണ്? ആ ദൈവം ഏറ്റവും അടുത്ത വ്യക്തിയായി തീരേണ്ടതിനാണ് ചില ഏറ്റുപറച്ചിലുകൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലും.
നിങ്ങൾ വാഗൊണ്ട് പറയണം, യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമാണ്. ഞാൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ, വാഗൊണ്ട് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ അതായി മാറുകയാണ്. ആമേൻ. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായിത്തീരുകയാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ആരാണ് എന്നുള്ളത് പറയണം. സ്തോത്രം. നിങ്ങൾ ആദ്യം അത് പറയുക. അത് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പ്രതിസന്ധികളെ വെല്ലുവിളിക്കാൻ കഴിയും. നിങ്ങൾക്ക് നാളുകളുടെ പ്രശ്നങ്ങളെ എതിരിടാൻ പറ്റും. ആമേൻ. മോനെ, ഇതിന്റെ ശേഷം അടുത്ത വാക്ക് കേട്ടോ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യേ വീണാലും, അതിന്റെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എല്ലാ പ്രശ്നങ്ങളും സംഭവിച്ചോട്ടെ, ഭൂമി മാറിപ്പോക്കോട്ടെ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണോട്ടെ, വെള്ളം ഇരച്ച് കലങ്ങിക്കോട്ടെ, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിക്കോട്ടെ. ഇത് പറഞ്ഞാൽ ആ മനുഷ്യൻ ഒരു ഭയങ്കര പ്രശ്നത്തിൻ്റെ എത്ര ഉയർച്ചയുണ്ട് അത്ര ഉയർച്ച പറയുക. എന്നിട്ട് പറയാണ്, ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാണ്, എൻ്റെ തുണയാണ്. പക്ഷെ അവിടെ കൊണ്ടുപോലെ വചനം നിൽക്കുന്നില്ല. നമ്മൾക്ക് ഇന്നത് മൊത്തം പറയാൻ പറ്റില്ല. ഞാൻ ഭയപ്പെടുകയില്ല. എന്നിട്ട് പറയാണ്, കുലുങ്ങുന്ന, സ്തോത്രം, കുലുങ്ങുന്ന ആമേൻ പർവ്വതങ്ങളുണ്ടെങ്കിലും, കലങ്ങുന്ന സമുദ്രത്തിൻ്റെ വെള്ളമുണ്ടെങ്കിലും, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, മാറിപ്പോകുന്ന ഭൂമി ഉണ്ടെങ്കിലും, എനിക്ക് വേറൊന്നും കൂടെ ഉണ്ട്, ഒരു നദിയുണ്ട്. ആമേൻ. ഒരു നദിയുണ്ട്. എനിക്ക് പ്രശ്നങ്ങൾ മാത്രമല്ല, എനിക്കൊരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതനായ അത്യുന്നതന്റെ വിശുദ്ധ നിവാസങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ലവ് യു ജീസസ്. ദൈവം അതിന്റെ മധ്യയുണ്ട്. അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. നിങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ആ പ്രശ്നത്തെ പരിഹരിക്കുന്നവനെ കാണുന്നുണ്ടോ? നിങ്ങളുടെ രക്ഷകനെ കാണുന്നുണ്ടോ? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ കാണുന്നുണ്ടോ? ആത്മനദി കാണുന്നുണ്ടോ? ആ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ടോ? ആ വീണ്ടെടുപ്പുകാരനെ കാണുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. സന്തോഷിപ്പിക്കുന്നവനെ കാണുന്നുണ്ടോ? സഹായിക്കുന്നവനെ കാണുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യേ ഉള്ളവനെ. ഇന്ന് നമുക്കൊരു പ്രാർത്ഥന വേണം. പ്രശ്നങ്ങളെ കാണാനല്ല, കൂടെയുള്ളവനെ കാണാൻ. ആമേൻ. എലീശ പ്രാർത്ഥിച്ചതുപോലൊരു പ്രാർത്ഥന. കർത്താവേ, കണ്ണൊന്ന് തുറക്കണമേ. യെസ്, നിങ്ങൾ പറയും എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന്. പക്ഷെ ഞാൻ വചനത്തിലൂടെ പറയുന്നു, നീ ഒത്തിരി സുരക്ഷിതയാണ്. നീ ഒത്തിരി സുരക്ഷിതനാണ്, നിന്റെ കുടുംബം. കാരണം ദൈവം അതിൻ്റെ മധ്യയുണ്ട്. കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. നീ തകരുമെന്ന് നീ ചിന്തിക്കും, പക്ഷേ തകരത്തില്ലെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. സ്തോത്രം. നല്ല കർത്താവിന് ഇന്ന് ഈ ദിവസം നിങ്ങൾ സ്തുതി കൊടുക്കണം കേട്ടോ. ആമേൻ. ഇല്ല ഇല്ല എന്ന് പറയാതെ ഉണ്ട് ഉണ്ട് എന്ന് പറയുക. എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഉള്ളതിനെ പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഉള്ളത് പറയുക. അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. കർത്താവുമായിട്ട് വീണ്ടും അടുക്കുക. ഞങ്ങൾ ഒരു വാക്കിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. യേശുവേ, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് പൽക്കാലം തുറക്കണം.
യേശു അങ്ങ് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യും. അങ്ങയെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ഞങ്ങൾക്ക് ആരാണെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്, കോട്ടയാണ്, പാറയാണ്, ഉറപ്പുള്ള ഗോപുരമാണ്. കർത്താവെ, യേശു അങ്ങനെ ഞങ്ങളുടെ രക്ഷകനാണ്, കർത്താവാണ്, ഞങ്ങളുടെ സൗഖ്യദായകനാണ്, ഞങ്ങളുടെ പിതാവാണ്. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മുകളിൽ അങ്ങ് കർത്താവ് വാഴുന്നവനാണ്. കർത്താവെ, സകല നാമത്തിനും മീതെ ഉയർന്നവനാണ്. കർത്താവെ, യേശു അങ്ങ് ഞങ്ങൾ ഉയർത്തുന്നു. ഇന്ന് രാവിലെ സമയത്ത് കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങ് ഞങ്ങൾക്ക് ആരാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവ് പ്രശ്നങ്ങളെ ജയിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയെ ഒന്ന് സ്നേഹിപ്പാൻ, അങ്ങുമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നത് കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കും. പ്രശ്നങ്ങളുടെ മുകളിൽ വാഴുവാൻ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ ദിവസം നിങ്ങളെ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമേ. പ്രശ്നങ്ങളെ കാണാനല്ല, രക്ഷകനെ കാണാൻ സഹായിക്കണമേ. ആത്മനദി കാണാൻ സഹായിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഞങ്ങൾ ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് സഹായിക്കും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾക്കറിയാം. ആമേൻ. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആമേൻ. പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഗോഡ് ബ്ലെസ് യു. ഷലോം.